ഇസ്രായേൽ ഇസ്രായേൽ വിഷയത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ നിലപാട് പുറത്തു വന്നിരിക്കുന്നു. ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാവുന്ന നിലപാട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു യുദ്ധത്തിന്, അതായത് ഇസ്രായേൽ നടത്തുന്ന പോരാട്ടത്തിന് സകല പിന്തുണയും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു ഫോണിൽ വിളിച്ചത് നരേന്ദ്രമോദി ഫോണിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചു എന്ന് ഏതെങ്കിലും ഒരു കുറിപ്പ് ഇറക്കിയതല്ല, മറിച്ച് കൃത്യമായിട്ട് താൻ എന്താണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിച്ചത് എന്ന് തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നരേന്ദ്രമോദി പോസ്റ്റും ചെയ്തിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നരേന്ദ്രമോദി സംസാരിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ നരേന്ദ്രമോദി തന്നെ തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പോസ്റ്റും ചെയ്ത് ലോകത്തോട് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് സംസാരിച്ചു. നമ്മുടെ ലോകത്ത് തീവ്രവാദത്തിന് സ്ഥാനമില്ല. പ്രാദേശിക സംഘർഷങ്ങൾ തടയുന്നതും എല്ലാ ബന്ദികളെയും സുരക്ഷിതമായി മോചിപ്പിക്കുന്നതും നിർണായകമാണ്. സമാധാനവും സ്ഥിരതയും വേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരിക്കുന്നു. നമ്മൾ ഈ ഒരു സാഹചര്യം വളരെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇസ്രായേല് ലബനാനിലേക്കും യമനിലേക്കും ഈ ഒരേ സമയത്ത് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ ലബനാനിലേക്ക് കരയുദ്ധം പോലും പ്രഖ്യാപിച്ചൊരു അവസരമാണ്. ആ സന്ദർഭത്തില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യ ഇസ്രായേലിനൊപ്പം തന്നെയാണ് എന്ന് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോട് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബന്ദികളെ വിട്ടുകിട്ടാൻ യുദ്ധം നിർണായകമാണ് എന്ന്. ലോകത്തേത് ലോക നേതാവാണ് ബന്ദികളെ വിട്ടുകിട്ടണമെന്ന് ഇതുപോലെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വലിയ പ്രഖ്യാപനം നടത്തിയ ബന്ദികളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി യുദ്ധം നിർണായകമാണ്. ആ പോരാട്ടത്തിന് നമ്മുടെ രാജ്യം സകല പിന്തുണയും അർപ്പിച്ചിരിക്കുന്നു. സകല ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യം എന്ന് ലോകത്ത് ഇതുപോലെ ഒരു ലോക നേതാവെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇസ്രായേലിന് ഇതുപോലെയൊരു പിന്തുണ ബന്ദികളെ കൃത്യമായിട്ട് ഉയർത്തിക്കാട്ടിയിട്ട് ബന്ദികളെ വിട്ടുകിട്ടാൻ യുദ്ധം നിർണായകമാണെങ്കിൽ അത് ചെയ്യണം, പെട്ടെന്ന് തന്നെ സമാധാനം കൊണ്ടുവരട്ടെ എന്ന്. ലോകത്ത് തീവ്രവാദത്തിന് ഭീകരവാദത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറക്കെ തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ ഒരുപാട് ആളുകൾ മനുഷ്യത്വം 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 എന്നൊക്കെ പറയുന്നുണ്ട്. സുബോധമുള്ള ആളുകൾ മനുഷ്യത്വത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് എങ്ങനെയാ? അത് ലബനാനിലാണെങ്കിലും ഗാസയിലാണെങ്കിലും പാലസ്തീനിലാണെങ്കിലും യമനിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും മനുഷ്യത്വവും സാധാരണക്കാരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റേണ്ടത് എങ്ങനെയാ? നിലവിലെ ഭീകരവാദത്തെ തുടച്ചു നീക്കി തന്നെയാ. അതാ സുബോധമുള്ള ആളുകൾ ഉറക്കെ പറയുന്നത് ഭീകരവാദത്തെ ഇല്ലാതാക്കണമെന്ന്. ഇവിടെ സാധാരണക്കാര് എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ സംരക്ഷിക്കുക തന്നെയാണ്
ലോകത്ത് ഇന്ന് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചെയ്യുന്നത് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഇസ്രായേല്. ആ ഇസ്രായേലിന് നമ്മുടെ ഭാരതം ഉറച്ച പിന്തുണ കൊടുത്തിരിക്കുന്നു. ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുപോലൊരു നിലപാടെടുത്തതിൽ വളരെ ഏറെ അഭിമാനം എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും അഭിമാനിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതുപോലെയുള്ള ഒരു നിലപാടല്ലാതെ മറ്റൊരു നിലപാടെടുക്കാൻ സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ കാശ്മീരിലുള്ള വിഷയങ്ങൾ നമ്മളെല്ലാവരും തന്നെ കേട്ടോണ്ടിരുന്നതല്ലേ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വരെ കാശ്മീരിൽ സമാധാനം എന്താണ് എന്ന് അവിടെയുള്ള ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതൊക്കെയായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 370 നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർജവത്തോടെ എടുത്തു കളഞ്ഞു. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ തെരുവോരങ്ങളിൽ പോലും ആ കാശ്മീരി ജനതയ്ക്ക് പ്രശ്നമാണോ എന്ന് പറഞ്ഞ് പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ധീരമായ നിലപാടെടുത്ത് നരേന്ദ്രമോദിയും അമിത്ഷാവും നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോയി. നമ്മുടെ കാശ്മീരിന്ന് വളരെ വലിയ സമാധാനത്തിലൂടെയാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നിയമസഭാ ഇലക്ഷന്റെ 2 ഘട്ടവും കഴിഞ്ഞു. സമാധാനത്തിൽ, സ്വാതന്ത്ര്യത്തില് കാശ്മീർ തകരുമെന്ന് അന്ന് വിളിച്ചു പറഞ്ഞ സകല ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും മത്സരിച്ചുകൊണ്ട് ആവേശത്തിൽ, സമാധാനത്തിൽ ആ ഇലക്ഷനിൽ പങ്കെടുക്കുന്നുമുണ്ട്. അതാ നരേന്ദ്രമോദിക്കും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കും ലോകത്ത് ഭീകരവാദത്തിന് ഒരിക്കലും അനുകൂലിക്കാൻ സാധിക്കില്ല. അത് ലോകത്തെവിടെയാണെങ്കിലും അത് തുടച്ചു നീക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് തന്നെയാ ഇസ്രായേലിന് ഉറച്ച പിന്തുണ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോകത്ത് ഭീകരവാദം തുടച്ചു മാറ്റപ്പെട്ടാലേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, അത് ഗാസയിലാണെങ്കിലും പാലസ്തീനിലാണെങ്കിലും അത് യമനിലാണെങ്കിലും ലബനാനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ഭീകരവാദം ഇല്ലാതായാൽ മാത്രമേ അവിടെ സാധാരണക്കാർക്ക് സമാധാനത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കൂ. ആ പോരാട്ടത്തിൽ, ആ ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ഇസ്രായേൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാരതം ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാവുന്നത് തന്നെയാണ്. ഭീകരവാദത്തിന് ലോകത്തൊരു സ്ഥാനവുമില്ല എന്ന നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലോക സമാധാനത്തിന് വേണ്ടി പോരാട്ടം നയിക്കുന്ന ഇസ്രായേൽ തന്നെയാണ് ഈ പോരാട്ടത്തിൽ വിജയിക്കേണ്ടത്. ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാം. നമ്മുടെ രാജ്യം സകല പിന്തുണയും ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു.